കേരളത്തിൽ ഉത്സവ സീസൺ തുടങ്ങി. പലയിടങ്ങളിലും ഈ ആന ഇടയുന്ന സംഭവങ്ങൾ ഏറുന്നുണ്ട്. ആനയെ ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നതാണ് നിർദ്ദേശം. പക്ഷെ അതൊക്കെ പാലിക്കുന്നുണ്ടോ? നമുക്കൊന്ന് ക്ഷേത്ര നഗരികളിലൂടെ ഒന്ന് ഇറങ്ങി വന്നാലോ? ഉത്സവ നഗരികളിലൂടെ. ആനയിൽ നിന്ന് നിശ്ചിത അകലം മാറി നിൽക്കണമെന്ന വ്യവസ്ഥയുണ്ടെങ്കിലും പലയിടങ്ങളിലും അവ പാലിക്കപ്പെടാറില്ല. ആന ചെറുതായൊന്ന് തിരിഞ്ഞാൽ പോലും പലരുടെയും ദേഹത്ത് തട്ടും. ഇവിടെ ഉത്സവത്തിന് 3 ആനയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാന അല്പസമയം മുമ്പ് ഒന്ന് ഇടഞ്ഞു. ഇപ്പോൾ അങ്ങോട്ട് മാറ്റി കെട്ടിയിരിക്കുകയാണ്. എന്താകുമെന്ന് അറിയില്ല. ആളുകളൊക്കെ ഇപ്പോൾ അതിൻ്റെ ചുറ്റും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങളും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു നിശ്ചിത അകലം പാലിച്ച് വളരെ നിയന്ത്രണത്തോടുകൂടി നിൽക്കേണ്ട സ്ഥിതിയാണുള്ളത്. പക്ഷെ അതൊന്നും പല ഘട്ടങ്ങളിലും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ആളുകളോട് മാറാൻ ക്ഷേത്ര കമ്മിറ്റിക്കാർ പരമാവധി അഭ്യർത്ഥിക്കുന്നുണ്ട്. പക്ഷേ വലിയ പ്രയോജനമില്ല. ഒടുവിൽ ഒരു കണക്കിന് ആനയെ അവിടെ നിന്ന് മാറ്റി. ഇടഞ്ഞ ആനയുടെ ദേഹത്ത് വലിയ വ്രണം കാണാം. അതിൽ നിന്നും ചലമൊലിക്കുന്നു. മതപ്പാടുള്ളതും അസുഖമുള്ളതുമായ ആനയെ ഒഴിവാക്കണമെന്നതാണ് ചട്ടം. ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ലൈറ്റുകളും മറ്റും ആനയുടെ കണ്ണിലേക്ക് നേരിട്ടടിക്കുന്നത് അപകടകരമാണ്. ഇത് മറ്റൊരു ക്ഷേത്രമാണ്. ആനയെ നട്ടുച്ചയ്ക്കും മറ്റും ഉപയോഗിക്കരുതെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും പലപ്പോഴും അത് നടക്കാറില്ല, പ്രാവർത്തികമാകാറില്ല. പല ഇളവുകളും അതിൽ ലഭിക്കുകയാണ് ഉണ്ടാകാറുള്ളത്. 10 മണിക്കും 4 മണിക്കുമിടയിൽ ആനയെ ഉപയോഗിക്കുന്നതിനാണ് നിയന്ത്രണമുള്ളത്. പക്ഷേ പനമ്പുകാടാകട്ടെ ആനയിടഞ്ഞത് 10:30-ക്ക് ശേഷമാണ്. അപ്പോൾ അവിടെ വെച്ച് പെട്ടെന്ന് ഇടഞ്ഞതാണ്. എനിക്കൊന്ന് ചൂട് കൊണ്ടായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ പതുക്കെ പാപ്പാൻ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്ത വഴിയിലോട്ട്. പക്ഷെ കുറേ നേരം വഴി ബ്ലോക്ക് ആക്കേണ്ടി വന്നു. പരിധിയിൽ കവിയും വിധം ആനകളെ ഉപയോഗിച്ചതിനാണ് എറണാകുളത്ത് കഴിഞ്ഞ ഉത്സവ സീസണിൽ ഏറ്റവും കൂടുതൽ നടപടി ഉണ്ടായതെന്ന് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം പറയുന്നു. ഒപ്പം ജനങ്ങളെടുക്കേണ്ട മുൻകരുതലും അവർ ഓർമ്മിപ്പിക്കുന്നു. ഒരു പെർട്ടിക്കുലർ അമ്പലത്തിൽ പറയുകയാണെങ്കിൽ അവർ 15 നമ്പറാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അത് പാലിച്ചില്ല, അതിന് കേസും എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ വെയിലത്ത് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ആക്ഷൻ എടുത്തിരിക്കും. ലേസർ ലൈറ്റ് അടിച്ച് ആനയെ പ്രകോപിപ്പിക്കുന്ന ടൈപ്പിലുള്ള യാതൊരുവിധ അവരുടെ ഭാഗത്തു നിന്നുള്ള ചേഷ്ടകളും ഉണ്ടാകാൻ പാടുകയില്ല. മാത്രമല്ല അതിനെ കഴിയാവുന്നതും അതിൻ്റെ വാലിൽ പിടിക്കുകയോ അങ്ങനത്തെ അവസ്ഥയിലേക്കൊന്നും ഒരു കാരണവശാലും പോകരുത്. അങ്ങനെ വിവിധയിടങ്ങളിലെ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ടു. ഈ ഉത്സവങ്ങളുടെ മാറ്റുകൂട്ടുന്നതിൽ ആനച്ചന്തത്തിന് പ്രാധാന്യം ഏറെയാണ്. അതൊരു പ്രത്യേക അരങ്ങുമാണ്. ഈ ഘട്ടത്തിൽ ആനകളെ ഈ ഉത്സവങ്ങളിലും മറ്റും ഉപയോഗിക്കുമ്പോൾ മാർഗനിർദ്ദേശങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാതെ കർശനമായി നടപ്പാക്കിയാൽ എല്ലാ ആഘോഷങ്ങളും നമുക്ക് സുരക്ഷിതമാക്കാം. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.